നമസ്തേ. ദാമ്പത്യ ജീവിതത്തിലെ ക്ലേശങ്ങൾ മാറുന്നതിനും അവിവാഹിതർക്ക് മാംഗല്യ സിദ്ധി ഉണ്ടാകുന്നതിനും വേണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു വ്രതത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നാളെ നവംബർ 25-ാം തീയതി മാർഗശീർഷ മാസത്തിലെ പഞ്ചമി തിഥിയാണ്. ഈ ദിവസത്തെ വിവാഹ പഞ്ചമി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ശ്രീരാമന്റെയും സീതാദേവിയുടെയും വിവാഹ വാർഷിക ദിവസമാണ് അത്. അന്നേ ദിവസം സീതാരാമനെ ഭജിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബജീവിതത്തിലുണ്ടായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ മാറി നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നും അവിവാഹിതരായവർക്ക് നല്ലൊരു വിവാഹ ജീവിതം ലഭിക്കാനും ഈ വ്രതം സഹായിക്കുമെന്നാണ് വിശ്വാസം. ഇനി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറയാം. സാധാരണ വ്രതം എടുക്കുന്ന പോലെ ഉപവാസമായോ ഒരിക്കൽ ഊണായോ വ്രതം എടുക്കാവുന്നതാണ്. രാവിലെ കുളി കഴിഞ്ഞ് വിളക്ക് കൊളുത്തി രാമനാമം ജപിക്കണം. അടുത്തുള്ള ശ്രീരാമ ക്ഷേത്രമോ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽപ്പെട്ട ഏതൊരു ക്ഷേത്രമോ ദർശനം നടത്താം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ കഴിയുന്നത്ര തവണ രാമ 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 എന്ന് ജപിക്കണം. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി ഭഗവാൻ എന്തെങ്കിലും ഒരു നിവേദ്യം സമർപ്പിക്കാവുന്നതാണ്. പഴമോ പാലോ മധുരപലഹാരങ്ങളോ നമ്മുടെ വീട്ടിലുള്ളതുപോലെ സമർപ്പിക്കാം. ശ്രീരാമ ഫോട്ടോ ഉള്ളവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സീതാദേവിക്ക് എന്തെങ്കിലും സമ്മാനമായും കൊടുക്കാവുന്നതാണ്. വളയോ മാലയോ, സ്വർണമല്ല, നമ്മുടെ വീട്ടിൽ സാധാരണ വാങ്ങുന്ന വളകളോ മാലയോ അല്ലെങ്കിൽ ഒരു പൊട്ടോ ഒക്കെ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. കാരണം അവരുടെ വിവാഹ വാർഷിക ദിനമാണല്ലോ. അപ്പോൾ എന്തെങ്കിലും സമ്മാനമായി കൊടുക്കുന്നത് പോലെ സങ്കല്പിച്ച് വെക്കാവുന്നതാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. രാമായണത്തിലെ സീതാ സ്വയംവരം അന്നേ ദിവസം പാരായണം ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. പിറ്റേ ദിവസം രാവിലെ തുളസി തീർത്ഥമോ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥമോ സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരുടെയും കുടുംബജീവിതത്തില് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.